ശ്രീ എം എം മണി, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ സർവാത്മന പിന്താങ്ങുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിന്തുടരുന്ന ജനക്ഷേമ പരിപാടിയുടെയും ജനോപകാരപ്രദമായ നയപരിപാടിയുടെയും വ്യക്തമായൊരു രൂപരേഖയാണ് ഈ ബഡ്ജറ്റിൽ ഉടനീളം പ്രതിഫലിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പ്രതിപക്ഷത്തിന് മറ്റൊന്നും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കാനില്ല. എന്നാൽ പ്രതിപക്ഷം എന്ന നിലയിൽ അവരുടെ ദൗത്യം എന്തെങ്കിലും നിറവേറ്റാതിരിക്കാനും വയ്യ എന്ന പരുവത്തിലാണ് അവരെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എല്ലാ അർത്ഥത്തിലും പിന്താങ്ങുക. കഴിഞ്ഞ കാല ഗവൺമെൻറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ ഗവൺമെൻറ് നടപ്പിലാക്കിയ ജനക്ഷേമ പരിപാടിയുടെ പ്രതിഫലനമാണ് LDFന് വീണ്ടും തുടർഭരണം കിട്ടാൻ ഇടയായതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക. അതേപോലെ തന്നെ ഇത്തവണത്തെ ബഡ്ജറ്റിലും തുടർന്നും ഈ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളുടെ ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം സംഘടിപ്പിച്ച് ഒരു പുതിയ മുന്നേറ്റം സംഘടിപ്പിക്കുമെന്നും അതോടൊപ്പം രാജ്യമാകെ RSS സംഘപരിവാർ ശക്തികൾ പിടിമുറുകിയിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ BJP ഭരണം കൊടികുത്തി വാഴുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്ക്, മതേതരവാദികൾക്ക്, മതേതര വിശ്വാസികൾക്ക്, മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യുന്ന മഹത്തായ സേവനവും എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികൾക്ക് ആത്മവിശ്വാസം പകരുക. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് RSSന്റെ നേതൃത്വത്തിലുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പിടിമുറുക്കിയിരിക്കുക. ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ, മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, ഈ രാജ്യത്തെ ഇന്ത്യൻ ജനതയുടെ ഐക്യം കാംക്ഷിക്കുന്ന ജനങ്ങൾ ഉത്കണ്ഠയിലും അങ്ങേയറ്റത്തെ ഭീതിയിലുമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അത്തരമൊരു ഭീതിജനകമായ അന്തരീക്ഷത്തിൽ തന്നെ ഇന്ത്യയിലെ ബഹുജനങ്ങൾക്ക്, മതേതര വിശ്വാസികൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭരണ തുടർച്ച നേടാൻ കഴിഞ്ഞതുമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിമാനബോധത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ഇന്ന് ആ മൂല്യങ്ങൾ പ്രതിസന്ധിയെ നേരിടുകയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സംഭാവനയും ചെയ്യാത്തവർ, സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കുവഹിച്ച് സ്വാതന്ത്ര്യം നേടിത്തരുന്ന വലിയ പങ്കുവഹിച്ചവർ ഭരിച്ച് ഇന്നത്തെ നിലയിൽ യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്ക് അന്ത്യം വരുത്തിയ ആളുകളുടെ കയ്യിൽ ഇന്ത്യയുടെ ഭരണാധികാരം എത്തിച്ചു കൊടുത്തു എന്ന ദുരന്തമാണ് ഇന്ന് ഇന്ത്യൻ ജനത നമ്മൾ പേറുന്നതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ, ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറ് അത് ഭരണ തുടർച്ച നേടി എന്നുള്ളത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിപ്രധാനമായൊരു സംഭവമാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഹിന്ദുവർഗീയ ഫാസിസത്തെ നേരിടുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ